ഹേഗിയോഗ്രാഫിക് എന്ന് പറയുന്നത് ഈ പുണ്യസങ്കല്പങ്ങൾ അറിയാതെ കടന്നു വരുന്നതാണ് മനുഷ്യൻ്റെ ചിന്തയിൽ. ഈ പുണ്യാത്മാവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള വിച്ഛേദപരമായ ചിന്തയോ കണ്ടുപിടുത്തോ ആവിഷ്കാരമോ ഒക്കെ നടത്തിയ ആളുകളുടെ ചരിത്രത്തെയും ഈ രീതിയിൽ ആവിഷ്കരിച്ച് അവരെ വേറെ ഒരു രീതിയിലേക്ക് പരിവർത്തിപ്പിച്ച്, ഈ നമ്മളിപ്പം കബീറിനെ കുറിച്ച് പറയുമ്പം കബീർ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്, കബീറിൻ്റെ ദോഹ ഒരു യാഥാർത്ഥ്യമാണ്, കബീറിൻ്റെ ദോഹയിലൂടെ പ്രക്ഷേപിക്കപ്പെട്ട മതനിരപേക്ഷ ചിന്തകൾ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കബീറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പൂക്കളായിപ്പോയി എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹേഗിയോഗ്രാഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഈ പുണ്യ ആത്മസങ്കല്പങ്ങളിലൂടെ പിൽക്കാലത്ത് ഉയർന്നു വരുന്ന വിശ്വാസങ്ങളാണ്. അതിന് ഒരു കഥ എന്ന രീതിയിൽ ചില ദൗത്യമൊക്കെ ചിലപ്പോൾ നിർവഹിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ശരിയായൊരു വായന അത്തരം കാര്യങ്ങളുടേത് വികസിപ്പിച്ചില്ലെങ്കിൽ നമ്മളിപ്പോഴും മിത്തുകളുടെ ഒരു ലോകത്തിലേക്ക് സങ്കോചിച്ചു പോകും.